നമസ്കാരം. ഞാൻ ഐസക് തോമസ്. കരിയർ ടിപ്സ് ചാനലിലേക്ക് സ്വാഗതം. സുരക്ഷിതമായ ഒരു ജോലി എല്ലാവരുടെയും സ്വപ്നമാണ്. ഒരു സുരക്ഷിതമായ ജോലി കിട്ടുവാനായി ഏറ്റവും ഭദ്രമായ ചില മേഖലകൾ തേടിപ്പോവുക സ്വാഭാവികമാണ്. ഇന്നത്തെ ഈ ലോകത്ത്, ദ വേൾഡ് ഓഫ് വർക്കിൽ, പ്രത്യേകിച്ചും ഗവൺമെൻറ്റിൻ്റെ കൃത്യമായ ശമ്പളവും മികച്ച ആനുകൂല്യങ്ങളെല്ലാം ഒത്തിണങ്ങുന്ന ചില ഏതാനും എടുത്തു പറയാവുന്ന പ്രൊഫഷനിലെ പെൺകുട്ടികളെ ഏറെ ആകർഷിക്കേണ്ട ഒന്നാണ് മിലിറ്ററി നേഴ്സിംഗ് എന്ന് പറയുന്നത്. മിലിറ്ററി നേഴ്സിംഗ് സർവീസിലേക്ക്, MNS എന്ന് പറയുന്ന ആ സർവീസിലേക്ക് കടന്നു വരാൻ എങ്ങനെയാണ് കഴിയുന്നത്, അത് എത്രമാത്രം ആയാസമാണ്, അത് എങ്ങനെ നേടിയെടുക്കാം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഉള്ള ഒരു വീഡിയോയാണിത്. ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധയോടെ ഈ വീഡിയോയിൽ പറയുന്ന ടിപ്സുകൾ ഒരു കരിയർ മികച്ച രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരുപിടി കാര്യങ്ങളാണ് ഇന്ന് ഇവിടെ പ്രതിപാദിക്കുന്നത്. കരിയർ ഡെവലപ്മെൻറ്റ് നമ്മൾ നടത്തുമ്പോൾ തീർച്ചയായിട്ടും ഒരു കോഴ്സിനെ കുറിച്ച് അറിയണം. ആ കോഴ്സുമായി മുമ്പോട്ട് നമുക്ക് എങ്ങനെയൊക്കെയാണ് നമ്മുടെ കരിയർ ബിൽഡപ്പ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ ഇന്ന് മനസ്സിലാക്കി മുമ്പോട്ട് പോകാൻ നമുക്ക് ശ്രമിക്കാം. വീണ്ടും സ്വാഗതം. കരിയർ ടിപ്സ്. മിലിറ്ററി നേഴ്സിംഗ് സർവീസ് ഇന്ന് ഒരുപാട് പെൺകുട്ടികൾക്ക് ഏറ്റവും മികച്ച തൊഴിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിൽ വലിയ മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നാണ്. ഇത് ഡയറക്ടർ ജനറൽ മിലിറ്ററി സർവീസിൻ്റെ ഏറ്റവും എടുത്തു പറയാവുന്ന ഒരു കരിയറാണ്. ഈ കരിയർ എല്ലാ വർഷവും ഒരിക്കൽ മാത്രം നടത്തുന്ന എൻട്രൻസ് എക്സാമിലൂടെ ഇയർ എൻഡിങ്ങിൽ ആപ്ലിക്കേഷൻ വിളിച്ച് ഇയർ ബിഗിനിങ്ങിൽ എല്ലാ ജനുവരിയിലും എക്സാം നടത്തി മാർച്ച് ഏപ്രിൽ മാസം റിസൾട്ട് തന്ന് ജൂൺ ജൂലൈ മാസത്തോടെ ഇൻ്റർവ്യൂവും നടത്തി വളരെ കൃത്യമായ രീതിയിൽ എല്ലാ വർഷവും അഡ്മിഷൻ കൊടുക്കുന്ന 220 സീറ്റുകളിലേക്കാണ് 6 മിലിറ്ററി നേഴ്സിംഗ് കോളേജുകളിലൂടെ അഡ്മിഷൻ ലഭിച്ച് വളരെ മികച്ച ആകർഷകമായ ശമ്പളവും അതോടൊപ്പം വളരെ ഉന്നതമായ നിലയിൽ കൃത്യമായ ഒരു ഉറപ്പോടെ നമുക്ക് നമ്മുടെ കരിയർ ആരംഭിക്കാൻ കഴിയുന്നതാണ് മിലിറ്ററി നേഴ്സിങ്ങിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. അതിൽ 25 സീറ്റുകൾ NCC കേഡറ്റായിട്ട് വർക്ക് ചെയ്തവർക്ക് തീർച്ചയായിട്ടും അവർക്ക് റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നതുമാണ്. അപ്പോൾ പെൺകുട്ടികൾ ഹയർ സെക്കൻഡറി തലത്തിൽ NCCയിലൊക്കെ പ്രവർത്തിച്ചവർക്ക് ഇത് ലക്ഷ്യം വെക്കാവുന്നതാണ്. 15 സീറ്റ് SC/ST കാറ്റഗറിക്ക് ആയിട്ട് റിസർവ് ചെയ്തിരിക്കുന്നു. ഇത് പെൺകുട്ടികൾക്ക് മാത്രമാണ് നിലവിൽ ഈ മിലിറ്ററി നേഴ്സിംഗിലേക്ക് കടന്നു വരാൻ സാധിക്കുന്നതെങ്കിലും ഈ പ്രൊഫഷൻ 16 വയസ്സ് മുതൽ 24 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ മാത്രമാണ് നമുക്ക് അപ്ലൈ ചെയ്ത് എത്താനാവുന്നത്. 4 വർഷത്തെ BSc നേഴ്സിംഗ് കോഴ്സാണ്. അപ്പോൾ ഈ കോഴ്സ് കഴിഞ്ഞാൽ നമുക്ക് ഒരു കരിയറിൻ്റെ ഇന്ത്യൻ മിലിറ്ററി സർവീസിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച ഒരു കരിയറാണ് എന്നതുകൊണ്ട് തന്നെ അതുമാത്രവുമല്ല, ഇത് കൊടുക്കുന്ന മറ്റ് ആനുകൂല്യങ്ങളും നമ്മളെ ഏറെ ആകർഷിക്കേണ്ടതാണ്. അപ്പോൾ ഇതിനകത്ത് കടന്നു വരാൻ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ എൻട്രൻസ് എക്സാം തന്നെയാണ്. ഈ എൻട്രൻസ് എക്സാമാണ് ഇതൊരു 4-5 മേഖലകളിൽ പ്രധാനപ്പെട്ട നമ്മുടെ സയൻസ് വിഷയങ്ങളായ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് വിഷയം കൂടാതെ ജനറൽ ഇംഗ്ലീഷ്, അതുകൂടാതെ ജനറൽ ഇൻ്റലിജൻസ്, ജനറൽ നോളജ്, ഇങ്ങനെ ഒരു 6ഓളം മേഖലകളുമായി ബന്ധപ്പെട്ട് 150 ക്വസ്റ്റ്യൻസ്, 1.5 മണിക്കൂറത്തെ സമയം, ഇത്രയും കാര്യങ്ങളാണ് ഈ എൻട്രൻസുമായിട്ട് ബന്ധപ്പെട്ട്. മാത്രമല്ല ഇതിൻ്റെ 3 കടമ്പകൾ എന്ന് പറയുന്നത് റിട്ടൺ ടെസ്റ്റ്, അത് കഴിഞ്ഞുള്ള ഇൻ്റർവ്യൂ, അത് കഴിഞ്ഞ് ഫിസിക്കൽ ടെസ്റ്റും കൂടെ കഴിഞ്ഞാണ് ഈ 3 കടമ്പകൾക്ക് ശേഷമാണ്
നമുക്ക് ഈ ഒരു മിലിറ്ററി നേഴ്സിംഗ് സർവീസിലേക്ക് കടന്നു വരാൻ കഴിയുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ഏറ്റവും നല്ലത് അതിന് എന്തെങ്കിലും ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ സാധിക്കുമെങ്കിൽ NDAയുടെ പ്രിപ്പറേഷൻസ്, NDA ടെസ്റ്റിൻ്റെ ആ ഒരു ഒരുക്കം തന്നെ ഇതിനും വേണ്ടി വരും. കാരണം NDAയ്ക്കും ഇതേപോലെ 3 കടമ്പകൾ കടന്നാണ് അവിടെ എത്തുക. അപ്പോൾ അതുകൊണ്ട് ഒരു NDAയുടെ ഒരു പ്രിപ്പറേഷൻ നമുക്ക് എടുക്കാവുന്നതാണ്. ഓരോ വർഷം മുൻപോട്ട് പോകുന്തോറും ഇതിൻ്റെ കട്ട് ഓഫിലൊക്കെ വ്യത്യാസം വരുന്നു. 2018 കട്ട് ഓഫ് അല്ല 19 വന്നത്. 2019 വന്നപ്പോഴത്തേക്ക് 100 മാർക്കിൽ കൂടുതൽ കട്ട് ഓഫ് വന്നു. അത് ഒരു 2021 കട്ട് ഓഫ് അല്പം കൂടി മുൻപോട്ട് മാർക്കുകളിൽ വ്യത്യാസങ്ങൾ വരുന്നു. ഈ 2022 ടെസ്റ്റ് അതേപോലെ ഇനി തുടർന്നും ഈ വരും വർഷങ്ങളിൽ എല്ലാ വർഷവും നടക്കുന്ന ടെസ്റ്റ് ആയതുകൊണ്ട് എല്ലാ വർഷവും ആ കട്ട് ഓഫിൻ്റെ വ്യത്യാസവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം മികച്ച ഒരു കരിയർ കിട്ടാൻ ഉപകരിക്കുന്ന ഈ ഒരു മേഖലയിലേക്ക് അതിൽ AFMC പൂനെയാണ് ഈ വർഷത്തെ ഈ ടെസ്റ്റ് കണ്ടക്ട് ചെയ്തത്. അങ്ങനെ 6 കോളേജുകളും ഒരുപക്ഷെ നമ്മുടെ ഈ ടെസ്റ്റുകൾ മാറി മാറിയായിരിക്കും ആ കോളേജുകൾ നടത്തുക. ഈ ഒരു എൻട്രൻസ് വേണ്ട കൃത്യമായി ഒരുക്കമുണ്ടെങ്കിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു കരിയറാണ് ഈ മിലിറ്ററി നേഴ്സിംഗ് സർവീസ് എന്ന് കാര്യം മനസ്സിലാക്കുക. നേഴ്സിംഗ് സർവീസിലെ നമുക്കറിയാം എയിംസിൽ നേഴ്സാവാം, ജിപ്മറിൽ നേഴ്സാകാം, മറ്റു പല മെഡിക്കൽ കോളേജുകളിൽ നേഴ്സാകാം. പക്ഷേ രാജ്യസേവനത്തിൻ്റെ ഏറ്റവും വലിയ മുഖമുദ്രയായ ആർമി നേഴ്സാവാൻ കിട്ടുന്ന അവസരം അത് ഒരു കാരണവശാലും നമ്മൾ നഷ്ടപ്പെടുത്തിക്കൂടാ. അത് നിങ്ങളുടെ കരിയറിൽ ഏറ്റവും ഉന്നതമായ നിലയിലേക്ക് ഏറ്റവും മികച്ച സാലറി കിട്ടുന്നത് മാത്രമല്ല ഒരു രാജ്യസേവനമാണ്. അതുപോലെ തന്നെ കൃത്യമായ ഒരു പ്രിപ്പറേഷനോട് കൂടി മുൻപോട്ട് വന്നാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഒരു ശോഭനമായ ഭാവിയെ നമുക്ക് വാർത്തെടുക്കാനാവും. അപ്പോൾ ഈ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ട് കൃത്യമായി പഠിച്ച് ഒരുങ്ങാൻ ഇനി വരും തലമുറകൾക്ക് വളരെ പ്രതീക്ഷ അർപ്പിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് മിലിറ്ററി നേഴ്സിംഗ്. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് അവരുടെ ഭാവി വളരെയേറെ സുരക്ഷിതമാകുക എന്നുള്ള ലക്ഷ്യത്തെ മുൻനിർത്തി ഈ മിലിറ്ററി നേഴ്സിംഗ് സർവീസും BSc നേഴ്സിംഗും വളരെയേറെ ശ്രദ്ധയോടെ നിങ്ങൾക്ക് ഒരു ഉന്നതമായ നിലയിലേക്ക് എത്താൻ ഇടയാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു മികച്ച ഭാവി ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ചാനലുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇതിനെ സബ്സ്ക്രൈബ് ചെയ്താൽ തുടർന്നുള്ള വീഡിയോസ് കരിയർ ടിപ്സ് വഴി കിട്ടുന്ന എല്ലാവിധ വിവിധ കരിയറിൻ്റെ ഓപ്പർച്യൂണിറ്റീസ്, കരിയർ ടിപ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ചാനലാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. പരമാവധി കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്യാനും നിങ്ങൾ ശ്രദ്ധിക്കുക. താങ്ക് യു വെരി മച്ച്.